അവധിക്ക് നോക്കിയിരിക്കുന്ന കാലമാണ്. കളിക്കാനും ചാടാനും മഴയില്ലാതെ ചളവിലില്ലാതെ ചാടി കളിക്കാനൊക്കെ ഉള്ള ഒരു സമയമാണ് വേനൽക്കാലം. അവിടെ കുട്ടികൾ അടിച്ചു കുളിക്കുന്നു, വീടുകളിൽ കളിക്കുന്നു, പുറത്ത് കളിക്കുന്നു. അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് വേനൽക്കാലം. മഴക്കാലത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മഴയില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ലെന്ന് അറിയാം. മഴ വേണം എല്ലാത്തിനും. കാരണം ഇവിടെ ഭക്ഷ്യലതാദികൾ വളർന്നുവെങ്കിൽ മഴ വേണം. അതിനൊക്കെ ജലസ്രോതസ്സുകളിൽ മഴ വേണം. എല്ലാത്തിനും ഉപരി അതിനേക്കാൾ ഉപരിയായിട്ട് വരുന്നത് മഴ ശരിക്കും പറയുന്നത് ഭൂമിക്കടിയിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. അപ്പം അതിനെ നമ്മൾ തീരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മഴ അത്യാവശ്യം ഒരു ഘടകം തന്നെയാണ്. മഴ 2018 സാറിന് ഓർമ്മയുണ്ടാവും. മഴ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പേടിയാണ്. മഴ വന്നു കഴിഞ്ഞാൽ കേരളം വെള്ളത്തിൽ മുങ്ങി കേരളം ഇല്ലാതായ ഒരു സാധനമാണ് മഴ. മഴയെ ശപിച്ച കേരളം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ടൈമിൽ. കാരണം മഴ കേരളത്തിന്റെ ശ്വാസമെടുപ്പ് കൂട്ടി ഒരുപാട് ആളുകളുടെ ജീവൻ കവർന്നു. ഇത് അപ്പോ മഴക്കാലം കേരളത്തിന് വലിയ ദോഷം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സാറിന് അറിയാം. മഴ മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഡാമുകളും അതുപോലെ പുഴകളും തോടുകളും പോരാതെ അന്തരീക്ഷത്തിൽ വന്നപ്പോൾ നിറഞ്ഞു കഴിഞ്ഞത് മാത്രമാണ്. കഴിഞ്ഞ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഴ ഇപ്പോഴും സെയിം തന്നെയാണ്. പക്ഷേ നമ്മുടെ പുഴകൾ അതുപോലെ ഡാമുകൾ ഇതെല്ലാം കോരുക, മണലിടുവാരുക, എന്നാൽ മാത്രമേ ഈ പ്രളയത്തെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പുഴകളും തോടുകളെല്ലാം നിവർന്ന് പാടങ്ങൾ നിവർന്ന് അതിന്റെ പ്രത്യാഘാതഫലമാണ് ഈ മഴ കൊണ്ട് പ്രളയം ഉണ്ടാകുക. അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമില്ല. അത് നമ്മുടെ സർക്കാരിന്റെ അനാസ്ഥയാണ്, സർക്കാരിന്റെ കെടുകാര്യസ്ഥയാണ്. അതുപോലെ തന്നെ ഭൂമി തീർക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ സർക്കാർ ഒത്താശ ചെയ്തതിന്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്. മഴക്കാലത്ത് പറയാൻ പറ്റില്ല. മഴ കേരളത്തിന് സാധാരണ അറിയാം. സാറൊക്കെ പേടിച്ച് നിൽക്കുന്നതായിരിക്കും മഴ. മഴ മാത്രം സാറിന് പേടിയായിരിക്കും. കാരണം നമ്മളൊക്കെ ഒരു പുഴയോരത്ത് നിൽക്കുന്ന ഏത് സമയവും മഴയെ പേടിച്ച് ഓടേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഓരോ കൊല്ലം 2018 മാത്രമല്ല, ഓരോ വേനൽക്കാലത്ത് പോലും മഴ നമുക്ക് പേടിയാണ്. കാരണം വെള്ളം പോകുന്നത് എപ്പോ, ഈ മഴ എങ്ങോട്ടാ, ഈ മഴയുടെ ഒഴുക്ക്. കാരണം സാധാരണ പെയ്യുന്നതിനാട്ടിലും 4 ഇരട്ടി മഴയാണ് പെയ്യുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. കുന്നുകൾ ഇടിഞ്ഞ് വീഴുന്നു. പിന്നെ മല ഇടിഞ്ഞ് ദുരന്തം ഉണ്ടാവുന്നു. ധാരാളം ആളുകൾ മരിക്കുന്നു. അപ്പൊ മഴ ഒരു ശാപമായി കേരളത്തിന്. മഴ ഒരിക്കലും ശാപമല്ല. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ മലയിടിച്ചിട്ടുണ്ടാകുന്നത് മലയുടെ അടിയിൽ പോയി നമ്മൾ മണ്ണെടുക്കുന്നു, പിന്നീട് അത് ഓർക്കുന്നു. അവയുടെ ഒരു കാര്യം മഴയുടെ ഒരു പ്രശ്നം തന്നെ. അതുപോലെ തന്നെ ഒരു വാഗ്വാദത്തിന് വേണ്ടിയിട്ട് ഞാനൊക്കെ പറഞ്ഞത് മഴ നല്ലതാണ്. പ്രകൃതി ശരിക്കും വേനലും വേണം, മഴയും വേണം. അതാണ് പ്രകൃതി. അല്ലാതെ നമ്മൾ വെറുതെ ഒരു മഴ മാത്രം മതിയെന്നോ വേനൽ മാത്രം പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇതെല്ലാം വേണ്ടി സംയോജിതമായ ഒരു ഇതാണ് പ്രകൃതി എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അഭിനന്ദനങ്ങൾ, നല്ല രീതിയിൽ സമ്പാദിച്ച്. ജോസ് സാറ് വളരെ കൃത്യമായി മഴയെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ഏറ്റവും നല്ലത് ഒരു രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഒരാൾക്കൂടി സംസാരിക്കുക, എനിക്ക് സംസാരിക്കാനുള്ള കറക്റ്റ് സ്പേസ് സാർ തന്നു എന്നുള്ളതാണ് അതിൽ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. കാരണം കറക്റ്റ് സാറിന് സൈഡിൽ നിർത്തും, അടുത്ത സ്പോട്ട് എനിക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാറ് വളരെ നല്ല രീതിയിൽ അതിനെ കുറിച്ച് പറഞ്ഞു. നന്ദി. സാർ ഒരു സംശയം വിളിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ സമ്പാദിക്കുമ്പോൾ മൈക്കിന്റെ പൊസിഷൻ ഓക്കെ സാർ. പറയുകയാണെങ്കിൽ ഭൂമിയിലാണ് എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത്, ആകാശത്തിലല്ല. ഭൂമിയിൽ അനേകം ജീവജാലങ്ങൾ മനുഷ്യരുൾപ്പെടെ ജീവിച്ചു പോകുന്ന ഒരു ഇടമാണ് ഭൂമി. ആകാശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് ജീവിതമാണ് ആകാശത്തുള്ളത്? ആകാശം പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്? ആകാശം തീർച്ചയായിട്ടും വേണ്ട. എന്താ നിങ്ങൾ ചിത്രം പറഞ്ഞത്? ആകാശം ഒരു ദൃശ്യം തട്ട് പിന്നെ ഉൾക്കണമെങ്കിലും ആകാശത്തെ അതിന് പഠിച്ചോ അതിന്റെ ഭൂമി വലിയ ഭക്ഷണം വെച്ചിട്ട് ഒരു വൃക്ഷത്തിന് നിലനിൽപ്പ് എവിടെയാ? മണ്ണെവിടെയാ? മണ്ണുണ്ടായതുകൊണ്ട് പിന്നെ ഇത് വെളിച്ചുണ്ടായതുകൊണ്ടാണ് ഇത് വെക്കാൻ പറ്റുന്നത്. ഇഷ്ടം
വെക്കാൻ പറ്റില്ലല്ലോ. രാത്രി ആകാശത്ത് വിളിച്ചില്ലല്ലോ. രാത്രി എന്താ മരം ഇടിഞ്ഞു വീഴണം. അത് രാത്രി പിന്നെ ചന്ദ്രന്റെ വിളിച്ചുണ്ടാവൂലേ? എന്ത് തന്നെ പറഞ്ഞാലും ഭൂമിയില് അനേകം ജീവജാലങ്ങൾക്ക് മനുഷ്യർക്കടക്കം ഭൂമിയിലാണ് നമുക്ക് വീട് വെക്കാൻ പറ്റുക. ആകാശത്ത് വീട് വെക്കാൻ പറ്റും. ആകാശത്ത് വീട് വെക്കേണ്ട. ആകാശം ആയതുകൊണ്ടാണ് ഭൂമിയിൽ വീട് വെക്കാൻ പറ്റുന്നത്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ വെളിച്ചം കാണിച്ചാണ്ട് ആകാശം കാണാൻ പിന്നെ ഇവിടെ ഭൂമി എങ്ങനെയാണ്? ആകാശം വേണം, ഭൂമി വേണം, എല്ലാം വേണം. ചിരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ വളരെയധികം ആസ്വദിച്ചു. ആകാശത്തെ കുറിച്ചിട്ട് സാറ് ഒരു കാര്യത്തിലാണ് ഊന്നി നിന്നുകൊണ്ട് സംസാരിച്ചത്. ആകാശം നമുക്ക് വെളിച്ചം തരുന്നു. നല്ല കാര്യം തന്നെയാണ്. വളരെ പോയിന്റ് ഒത്തായ മനോഹരമായി ഒഴുകുന്ന പുഴകളും പുഴകളുടെ കളകളാരവും എല്ലാം എത്ര മനോഹരമാണ്. ഏത് നഗരത്തിൽ ചെന്നാലും നമുക്ക് വാഹനങ്ങളുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. വാഹനങ്ങളുടെയും ഫാക്ടറികളുടെയും അതുപോലെ ഓരോ സ്ഥാപനങ്ങളുടെ ഒക്കെ സൗണ്ടുകൾ മാത്രമേ കേൾക്കുള്ളൂ. ഗ്രാമത്തിൽ അങ്ങനെയല്ല. കിളികളും എങ്ങനെയായാലും ഗ്രാമത്തിലേക്ക് ചേക്കേറാണ് ഇപ്പോൾ ഇന്ന് ഗ്രാമവാസികൾ എല്ലാവരും നോക്കുന്നത്. ഇപ്പം നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഇവിടെ ഈ കേരള ഗ്രാമത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നഗരവൽക്കരിക്കപ്പെട്ട രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറാനാണ് ഇന്ന് കേരളത്തിലെ യുവാക്കളും യുവതിയുമൊക്കെ തയ്യാറാകുന്നത്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഇന്ന് നഗരത്തെ ഇഷ്ടപ്പെടുന്നത്. അവിടെ ചെന്നാൽ നമുക്ക് നമ്മുടെ സുഖസൗകര്യങ്ങളുടെ ജീവിതം എല്ലാ സംഗതികളും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ പണ്ടൊക്കെ ആയിരുന്നു ഗ്രാമം സുന്ദരമാണ്, ഗ്രാമത്തിൽ പുഴകളുണ്ട്, നദികളുണ്ട്. ഇപ്പം എന്തായിരിക്കുന്നു, ആ പുഴകളൊന്നും ഇല്ല ഗ്രാമത്തിൽ. വെറും ഒരു അഴുക്കുചാൽ പോലെയാണ് പുഴകളൊക്കെ നീങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ശരിക്കും ഇതിനേക്കാളും നല്ലത് ഗ്രാമങ്ങളെക്കാൾ നല്ലത് നഗരങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എത്ര നഗരത്തിൽ പോയി നമ്മൾ ജോലി ചെയ്യാന്നെങ്കിലും നമ്മുടെ മനസ്സിലൊന്ന് കിടന്നാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ നമ്മുടെ നാടാണ്. എത്ര ദൂരം വർക്ക് ചെയ്യാന്നെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലെത്തിപ്പെടണം എന്നാണ് ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടില് നല്ല സമാധാനമുണ്ട്, അധികം ബഹളങ്ങളില്ല. പിന്നെ ഇന്ന് ഗ്രാമങ്ങള് കാണാൻ വയ്യ, എന്നൊക്കെ നഗരങ്ങളായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടം നഗരങ്ങളാണ്. എല്ലാ ഗ്രാമങ്ങളും നഗരവൽക്കരിക്കപ്പെടുകയാണ്. ഇപ്പം മരങ്ങളൊക്കെ വെട്ടിയിട്ട് നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ, എന്ത് രസമാണ് കാണാൻ. നമ്മൾ വരുന്ന വഴി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ, 8-10 നിലകളുള്ള ബിൽഡിങ്ങുകൾ, അവിടെ താമസക്കാർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്നൊക്കെ ഫ്ലാറ്റ് ജീവിതമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം നമ്മൾ കോഴിക്കോട് പോകണമെങ്കിൽ, ഹൈലൈറ്റുമാൾ പോകണമെങ്കിൽ ഇത്ര ആളുകൾ അവിടെ വന്നിരിക്കുന്നത് എല്ലാവരും അവിടെ നിന്ന് എൻജോയ് ചെയ്ത് പോകുന്നു. ഇതൊക്കെ നഗരത്തിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു സൗകര്യവും സുഖമൊന്നും ഒരു ഗ്രാമത്തിൽ കിട്ടില്ല. വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഗ്രാമം സുന്ദരമാണ്, പുഴകളുണ്ട്, നദികളുണ്ട് എന്നൊക്കെ. നമ്മൾക്ക് സൗകര്യങ്ങളും സുഖങ്ങളും കിട്ടണമെങ്കിൽ ഇന്ന് നഗരത്തിൽ വന്ന് താമസിക്കണം, അവിടെ കണ്ട് കാണണം. അപ്പോഴേ നമുക്ക് അത്രയൊക്കെ അനുഭവപ്പെടപ്പെട്ടു. എത്ര നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമാണ് നഗരങ്ങളിൽ പോകുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും നാടിന്റെ ഭംഗി തന്നെയാണ്. ഏതൊരാൾക്കും നാട് പുഴകളിൽ നമ്മള് വെള്ളം ഇല്ലെങ്കിലും കുളത്തിൽ വെള്ളം ഇല്ലെങ്കിലും ഒക്കെ നമ്മളെപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഭംഗി ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ ഒരു ബഹളത്തിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഈ നെടുങ്കോട്ടിൽ നിന്ന് ഭാഗത്തേക്ക് വരുമ്പോൾ എത്ര ഭംഗിയിലുള്ള വയലുകളാണ് കാണാൻ പറ്റുന്നത്. അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ടീച്ചറെ പറയുകയാണെങ്കിൽ ടീച്ചറിന്റെ കുട്ടികളെ കൊണ്ടുപോകാനാണ് കോഴിക്കോടേക്ക് പോകുന്നത്. കോഴിക്കോട് നഗരമാണ്. കുട്ടികൾ നഗരം കണ്ട് ചിരിച്ച് രസിച്ച് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് സ്കൂളൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ ലുലുമാളിലേക്ക്, അതൊക്കെ എവിടെയുള്ളത്? നഗരങ്ങളിലാണ് ലുലുമാളുള്ളത്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും ഇപ്പോൾ നഗരങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വെറും ഗ്രാമത്തിൽ ഇങ്ങനെ ഈ പൊട്ട ഗ്രാമത്തിൽ ജീവിച്ചാൽ നമ്മൾ കുട്ടികൾ നമ്മളെ പോലെ ആദ്യമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കുട്ടികളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടല്ല, ആധുനികതയുടെ പുരോഗതി അവരറിയണം, അല്ലാതെ നഗരം കാണിക്കാനും വേണ്ടിയിട്ടല്ല. അവർ വളർന്നു വരുന്നത് എന്തിലാണ്? ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ അവരറിയണം. അതുകൊണ്ടാണ് നഗരത്തിലേക്ക് അവർ കൊണ്ടുപോകണം. ഈ നാട്ടിൽ നിന്നിട്ട് നാട്ടുമ്പുറത്തിന്റെ പ്രത്യേകതകൾ മാത്രം അവരറിഞ്ഞാൽ പോരാ. സംഭവിച്ചു
കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, പുരോഗതി കാണാം. അപ്പൊ ഏതൊരു സ്ഥലത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതി എവിടെയാണ്? ഗ്രാമങ്ങളിൽ നിന്ന് ഇപ്പോൾ എവിടെ നഗരങ്ങളിൽ മാറിയിരിക്കുന്നതാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു രാജ്യത്തിന്റെ പുരോഗതി അവിടുത്തെ നഗരങ്ങളിലാണ്. ഏറ്റവും നല്ല നഗരമുള്ള എവിടെയാണോ അവിടെയായിരിക്കും ഒരു രാജ്യത്തിന്റെ ഒരു സ്ഥലത്തിന്റെ സ്പന്ദനമുള്ളത്. ഇപ്പോൾ കോഴിക്കോട്, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ് ഇതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ സ്പന്ദനമാണ്. അപ്പോൾ നഗരങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും സ്പന്ദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, ഗ്രാമങ്ങളല്ല. ഗ്രാമങ്ങൾ വെറും എഴുത്തിലും കവിതയിലും ഒക്കെ ഒതുങ്ങിക്കൂടി. സാറ് മനോഹരമായിട്ട് തന്നെ സംസാരിച്ചു, വാക്കുകൾ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്രാമത്തെ കുറിച്ച് പറയാനെങ്കിൽ. വളരെ നന്നായിട്ട് തന്നെ നഗരത്തെ കുറിച്ച് സംസാരിച്ചു. നന്ദി. ഏറ്റവും നല്ല പ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴല്ലേ നമുക്ക് പൈസയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഇതിനെ കുറിച്ച് പറയുന്നത്. യുവാവിനെ കുറിച്ച്, യുവാക്കളെ കുറിച്ച്, യുവത്വത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത് കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞു. കുട്ടിക്കാലമാണ് നമുക്ക് ഏറ്റവും നല്ലൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. നമുക്ക് ആദികളില്ല, മറ്റ് വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇല്ലാത്ത, അതുപോലെ ജീവിതത്തെ പറ്റി മറ്റ് ഇതൊന്നും ഇല്ലാത്ത കളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നുമില്ല, കാരണം ടെൻഷനുകളില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്ട് കളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ പൂർണ്ണത എത്തുന്നത് യൗവനത്തോട് കൂടിയാണ്. ഒന്നും അറിയുന്നില്ല, യൗവനത്തിലാണ് ഇതിന്റെ പൂർണ്ണതയിലെത്തുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. യൗവനത്തിന്റെ ആദ്യ പടിയാണ് കുട്ടിക്കാലം എന്ന് മനസ്സിലാക്കണം. കാരണം കുട്ടിയായിരിക്കുമ്പോഴാണ് ഈ യൗവനത്തെ പറ്റിയും അതിൻ്റെ ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്ട് യൗവനത്തിലേക്ക് അടുക്കുന്നത്. ഇപ്പോൾ കുട്ടിക്കാലം തന്നെയാണ് ഏറ്റവും നല്ല ഒരു കാലഘട്ടം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനുഷ്യന്റെ പൂർണ്ണത എത്തണമെങ്കിൽ യൗവനത്തിലാണ്. അത് ശരി, പക്ഷേ കുട്ടികളല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബാലപാഠങ്ങൾ പഠിക്കുന്നത് നമ്മുടെ ഈ കുട്ടിക്കാലത്തിലാണ്. അതിലൂടെയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ യൗവനത്തിലാണ് ഒരു യഥാർത്ഥ വ്യക്തിയായി മാറുന്നവരാണ്. നാടിന് ഉപകാരപ്പെടുന്നതും നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്നതും മാതാപിതാക്കൾക്ക് സമയമാണ് നമ്മുടെ യൗവനം. കുട്ടികളായിരിക്കുമ്പോഴാണ് അവർക്ക് എന്താണ് ജീവിതം, അതിലേക്ക് എങ്ങനെ പോകണം, അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്കാലം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഉള്ളത് കുറച്ച് ആള് പറഞ്ഞു, നന്നായിട്ട് തന്നെ കുറച്ച് പറഞ്ഞു. എൻ്റെ സഹപാഠി നന്നായി പ്രപ്പോസ് ചെയ്തു. ശരിക്കും അത്ര പറയാൻ കഴിയില്ല. പ്രണയവിവാഹമാണെങ്കിലും അറേഞ്ച്മെൻറ്റ് മാരേജ് ആണെങ്കിലും അത് കൊണ്ടുപോകുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ജീവിതം, അതാണ് അതിലുള്ള വിജയം. ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല. എനിക്ക് ശേഷം ഇവിടെ കുറേ പേർ സംസാരിക്കാനുള്ളത് കൊണ്ട് എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് സാഹിറ, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. പക്ഷേ എന്താ പറയുക, പ്രസംഗകല താല്പര്യമുണ്ട്. ചെറിയ തോതിലൊക്കെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഓൾറെഡി ചെറിയ സംഘടനാ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ലേറ്റായി വന്നപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് വളാഞ്ചേരി എത്തിയപ്പോൾ 11 എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വർക്ക് നടക്കട്ടെ, ക്ലാസ്സിൽ എന്തായാലും കൃത്യസമയത്ത് എത്തില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ നേരെ വന്ന വഴി ഏതായാലും ഇവിടേക്ക് എത്തേണ്ട വഴി കൃത്യമായിട്ട് പഠിക്കാമല്ലോ സ്വയം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വഴി അന്വേഷിച്ച് പിടിച്ചു. ഏതൊക്കെ ബസ്സിലാണ് കയറേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിപ്പെടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എത്തി, സാറിനെ വിളിച്ചു, അങ്ങനെ ക്ലാസ് കയറിയതാ. സമയം വൈകി വന്നതിൽ ക്ഷമിക്കുക എല്ലാവരും. ഓക്കെ. അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം
അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതൊരു വിവാഹമായാലും, പ്രണയമായാലും, അറേഞ്ച്ഡ് മാരേജ് ആയാലും നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും പ്രണയിച്ചു കൊണ്ടിരിക്കുക, നമുക്ക് കിട്ടിയ ഇണയിൽ സംതൃപ്തരായിരിക്കുക, ഒരുപാട് ക്ഷമിക്കുക, സഹിക്കുക, അതുപോലെ സഹകരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ഏത് ഇപ്പോൾ പ്രണയവിവാഹമായാലും അറേഞ്ച്ഡ് ആയാലും നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചു പോകാൻ കഴിയുമെന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് കഴിവുകളുള്ള അല്ലെങ്കിൽ പരിപൂർണനായിട്ടുള്ളൊരു വ്യക്തി ഈ ലോകത്ത് തന്നെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും പോരായ്മകളെയും തിരിച്ചറിയുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം അഭിനന്ദിക്കാൻ മറക്കാതിരിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ പ്രണയവിവാഹങ്ങൾ അധികവും ഇപ്പോൾ പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവരൊരു മായാലോകത്താണ്. അവർക്ക് സത്യം എന്താണ്, തെറ്റ് ഏതാണെന്നൊന്നും തിരിച്ചറിയപ്പെടാതെ അവർ പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ജീവിതത്തിലേക്ക് അടുക്കുമ്പോൾ രണ്ടുപേരും ക്ഷമിക്കാനോ സഹകരിക്കാനോ മറ്റുള്ളവരെ അംഗീകരിക്കാനോ പറ്റാതെ എന്നെ നീ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നീ എന്നെ കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിലൊരു ഈഗോ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ അധികരിപ്പിക്കുന്നില്ല. കാരണം എനിക്ക് ശേഷം ഇനിയും ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി രണ്ട് ടീമും അടിപൊളി വെരി ഗുഡ്. ഇനി അയ്യൂബിന്റെ ടീമാരും ഇന്നിവിടെ ഒരു പ്രസംഗ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. നാം എല്ലാവരും അതിലാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ ഒരുപാട് ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും മറ്റു ക്ലാസ്സുകളൊക്കെ അക്കാദമി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളെപ്പറ്റി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പ്രസംഗത്തിൽ എനിക്ക് കിട്ടിയ വിഷയം ഓൾഡ് ജനറേഷൻ എന്ന ഒരു വിഷയമാണ്. പഴയ തലമുറ, പുതിയ തലമുറ. ഇന്ന് ന്യൂ ജനറേഷൻ എന്ന് ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുട്ടി വളർന്നു വരുന്ന തലമുറ. അപ്പോൾ അതിൽ നിന്ന് മാറി പഴയ തലമുറ എന്നത് പരമ്പരാഗതമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. പക്ഷേ ന്യൂ ജനറേഷനിലാകുമ്പോൾ അതിനൊരു മാറ്റം, നമ്മൾ മുന്നേ ഏതൊക്കെ രീതിയിലായിരുന്നോ ചെയ്തത് അതെല്ലാം പുതിയൊരു സ്വതന്ത്ര കാഴ്ചപ്പാടും മറ്റുമൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് അവർ മാറുന്ന ഒരു കാര്യമാണ് ഈ ന്യൂ ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് നാം ഏതൊക്കെ രീതിയിലായിരുന്നോ ജീവിച്ച് നമ്മുടെ ജീവിത രീതി, മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ഒരുമിച്ച് ഒരു നല്ല സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറ്റി, അതൊന്നും പ്രസക്തിയില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് വേറെ രീതിയിൽ ജീവിക്കാം എന്നൊരു കാഴ്ചപ്പാടാണ് ഈ ന്യൂ ജനറേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെയോ ജീവിച്ച് പോന്നോ അതിനൊക്കെ വിപരീതമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളും അതുപോലെ തന്നെ മറ്റൊക്കെ മുന്നോട്ട് അനുവർത്തിച്ച് പോരുന്ന കാര്യങ്ങൾ. അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് സ്വീകാര്യമല്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നാം ജീവിച്ചു പോകുന്ന ചുറ്റുപാടും അതുപോലെ നമ്മുടെ തൊഴിലും നമ്മുടെ വിദ്യാഭ്യാസ രീതി എല്ലാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും എല്ലാം അതിൽ നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഭേദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഈ ന്യൂ ജനറേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മളെ പൂർവികരും ഒക്കെ കാണിച്ചു തന്ന അധ്യാപകരും എല്ലാം കാണിച്ചു തന്ന ആ ഒരു രീതിയിലൂടെ നമുക്ക് നല്ലൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് ഈ വിഷയത്തെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന പ്രസംഗകരൊക്കെ ഇവിടെ പറയുന്നതാണ്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും നേരം എൻ്റെ ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ന്യൂ ജനറേഷനെ കുറിച്ചാണ്. ഈ ഒരു അവസരം തന്ന ബ്രൈറ്റ് അക്കാദമി ഭാരവാഹികളോട് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഈ ന്യൂ ജനറേഷൻ IT മേഖലയിലും മറ്റ് വ്യവസായ രംഗത്തും വളർച്ചയുടെ പടവുകൾ താണ്ടിയത് ഈ ന്യൂ ജനറേഷൻ്റെ ഇതുകൊണ്ടാണ്. ഇന്ന് ഈ ലോകം തന്നെ ഈ വിരൽത്തുമ്പിൽ നിർത്തിയിരിക്കുന്നത് ഈ ന്യൂ ജനറേഷൻ്റെ ഒരു വളർച്ച കാരണമാണ്. അപ്പം അങ്ങനെ ഈ ന്യൂ ജനറേഷനെ ആരും ഇന്ന് തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ന്യൂ ജനറേഷനെ പാടേ തള്ളിയാണ് പറഞ്ഞത്. പക്ഷെ അതൊരിക്കലും പാടില്ല. ന്യൂ ജനറേഷൻ കൊണ്ടുവരും. അവർ ഇപ്പോൾ ഇന്ന് പഴയ തലമുറയിൽ അവർക്ക് ചിലപ്പോൾ പുതിയ തലമുറയുമായിട്ട് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാനോ കഴിയില്ല. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ അംഗീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ന്യൂ ജനറേഷൻ്റെ ഇതുകൊണ്ടാണ് ലോകം തന്നെ ഈ തരത്തിൽ നമ്മുടെ നാടും നഗരവും എല്ലാം ഇത്രയും വളർച്ച പറ്റിയത്. IT മേഖല ഉൾപ്പെടെയുള്ള ഇങ്ങളിൽ അവരുടെ ബുദ്ധിശക്തിയും പ്രവർത്തനവും കൊണ്ട് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. എനിക്ക് ശേഷം കൂടുതൽ ആളുകൾ വിശിഷ്ട വ്യക്തികളുണ്ട്, അവർ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവരോടും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അവരുടെ വേദിയിലും സദസ്സിലും ഉള്ള വ്യക്തികളെ കുട്ടികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ഈ അറബി എന്ന് പറഞ്ഞാൽ അറബി ഭാഷ എല്ലാവർക്കും നല്ലൊരു ഭാഷയായി ആണത്. അറബി ഭാഷയിലാണ് ഈ അറബി നാട്ടിലും ഫുള്ള് അറബി ഭാഷയിലുള്ളത്. അപ്പോൾ അറബി ഭാഷ നല്ല ഭാഷയായിരിക്കും എന്നാണ് പിന്നെ അതുകൊണ്ട് പിന്നെ അറബിയിൽ എല്ലാ ഇതുണ്ട്. അറബി ഖുർആനാണെന്നില്ല അറബിയാണ്. അതേമാതിരി തന്നെ അറബികൾ സംസാരിക്കുന്നത് അറബി ഭാഷകളാണ്. അതുമാതിരി എല്ലാ അറബികളിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അറബി നല്ലൊരു ഭാഷയായിട്ട് തന്നെയാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. അത് ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം വേദിയിലും സദസ്സിലും കുറേ ആൾ സംസാരിക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഗുരുഭൂതരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം
ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ലോകത്ത് 300 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷ. ഐക്യരാഷ്ട്രസഭയുടെ 5 ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന പദവിയിലാണ് ഇംഗ്ലീഷ് ഭാഷയെ പറയുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ദിനേനയുള്ള വ്യവഹാരത്തിന് ഏറ്റവും ഫലപ്രദമായി നാം വിനിയോഗിക്കേണ്ട ലാംഗ്വേജുകളിൽ ഒന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് വിടണം. കേരളത്തിൽ നമ്മുടെ സംസാര ഭാഷ മലയാളമാണെങ്കിലും തൊഴിലാവശ്യത്തിനും മറ്റ് ബിസിനസ് ആവശ്യത്തിനും പുറത്ത് നമ്മൾ പോകുമ്പോൾ അനിവാര്യമായും നാം സംസാരിക്കേണ്ട ഭാഷ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന പദവിയിൽ നമ്മൾ പറയുന്നത്. ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്, ഇന്ന് പുതിയ തലമുറ കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പോയിട്ട് പഠിക്കുകയാണ്. ഇന്നത്തെ പുതിയ തലമുറ ഈ കാര്യത്തിൽ, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോക്കാവസ്ഥയിലാണ് എന്നുള്ളത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് അനായാസം നമ്മൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് ശേഷിയുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് നമുക്ക് മാറുവാനും ഒരു ജോബ് പ്രോസ്പെക്ട്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് കൂടുതൽ സാലറി വാങ്ങുവാനും കഴിവുള്ള ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. നമുക്കറിയാം, ഇംഗ്ലീഷ് വളരെ ഈസിയാണ് പഠിച്ചെടുക്കാൻ. ഇംഗ്ലീഷ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മുക്കിലും മൂലയിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ നമുക്ക് കാണാനാവും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ലാംഗ്വേജിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന്. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നമുക്ക് നന്നായി കഴിയുമെങ്കിൽ ലോകത്ത് ഏത് കൺട്രിയിലും നമുക്ക് പോകാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് അനായാസമായി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് പേഴ്സണാലിറ്റി കുറേ കൂടി അധികമായിരിക്കും. അവരുടെ ചിന്താഗതിയിലും അവരുടെ പെർസെപ്ഷൻ ലെവലിലും ഒക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ ലാംഗ്വേജിൻ്റെ മേന്മ. എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്നുകൂടെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രവർത്തകരെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ബ്രൈറ്റ് അക്കാഡമിയിൽ വന്ന് ഇങ്ങനൊരു പ്രസംഗം പറയുവാൻ അവസരം തന്നതിന് ഫൈസൽ സാറിനോട് ഈ അക്കാദമിയോടുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്ന് എനിക്കിവിടെ സംസാരിക്കാൻ കിട്ടിയ വിഷയം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ. അദ്ദേഹത്തെ പറ്റി, മമ്മൂട്ടിയാണ് എനിക്കിഷ്ടപ്പെട്ടതാണ് മോഹൻലാൽ. ഇന്നെനിക്കിവിടെ സംസാരിക്കാൻ കിട്ടിയ വിഷയം നമ്മുടെ മഹാനടൻ മമ്മൂട്ടി. 74-ലും 18-ൻ്റെ തിളക്കത്തോടെ തിളങ്ങി നിൽക്കുന്ന മമ്മൂട്ടി. പ്രായം പുള്ളിക്കൊരു പ്രശ്നമല്ല, അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ നിത്യയൗവനമായി നിലനിൽക്കുകയാണ് നമ്മുടെ മഹാനടനായ മമ്മൂട്ടി. ഇപ്പോഴും ന്യൂ ജനറേഷന് വെല്ലുന്ന വിധത്തിലുള്ള പ്രകടനത്തിലൂടെ മമ്മൂട്ടി ഇന്നും ജനമനസ്സുകളിൽ നിലകൊള്ളുകയാണ്. അമരത്തിലെ മമ്മൂട്ടി, മഹായാനത്തിലെ മമ്മൂട്ടി, വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടി, അങ്ങനെ പറയുവാൻ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച മഹാനായ നടനാണ് മമ്മൂട്ടി.
ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടും മറ്റുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന മഹാവ്യക്തിയാണ് മമ്മൂട്ടി. പുള്ളിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് വളരെ അതീവ രഹസ്യമായിട്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളാണ്. മമ്മൂട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഉമ്മയുടെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശമാണ്. പാണ്ഡ്യാമ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബത്തിൽ ജനിച്ച മഹത് വ്യക്തിയാണ് ഈ മമ്മൂട്ടി എന്നത്. ഉമ്മാനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ചെമ്പിലാണ്. മമ്മൂട്ടി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് പുള്ളിയായിട്ട്. പക്ഷെ ഞാൻ കണ്ടേക്കുന്ന 1-2 തവണ മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ടൊക്കെ വരാറുണ്ട്. ഇപ്പോൾ തറവാടില്ല, അതുകാരണം ഇപ്പോൾ മമ്മൂട്ടി അവിടെ വരാറുമില്ല. ഒരു നിത്യസന്ദർശനമായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം പുള്ളിയോട് വന്നിരുന്നു. പുള്ളിയുടെ ഒരു ആത്മസുഹൃത്തായ എം മണിയൻ, അത് മലയാള മനോരമയിൽ പുള്ളി മമ്മൂട്ടിയുടെ ഒരു ജീവചരിത്രമുണ്ടായിരുന്നു. അതിൽ പ്രതിപാദിക്കുന്ന ഒരു വ്യക്തിയാണ് എം മണി. അദ്ദേഹം മരിച്ചപ്പോൾ പുള്ളി രാത്രി വന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള മമ്മൂട്ടിയെ പറ്റി പറയുവാൻ എനിക്ക് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ശേഷം ഒരുപാട് മഹത് വ്യക്തികൾ സംസാരിക്കാനുള്ളതുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രഗത്ഭ വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ബ്രൈറ്റ് അക്കാദമി അസോസിയേഷൻ മോഹൻലാലിൻ്റെ സിനിമയുടെ 90ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിലേക്ക് എന്നെ വിളിച്ച മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ സാറിനോടുള്ള മറ്റ് പ്രവർത്തകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അതേപോലെ ഇന്ന് ഈ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഈ പ്രോഗ്രാം വെച്ചപ്പോൾ ഇതിലെ അധ്യക്ഷനായി വന്നത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ജോർജ് സാറാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് കണ്ടതിൽ വലിയ സന്തോഷം. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. കാരണം തോൾ ചരിഞ്ഞ് മോഹൻലാൽ ഒരു സ്റ്റാച്ചു പോലെ, ഒരു നമുക്കെന്താ പറയുക, നമ്മളുടെ ഒരു സ്വന്തം ഒരാൾ പോലെയാണ് മോഹൻലാലിനെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നടത്തം, രീതി എല്ലാം ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾക്ക് വരെ ഒരു സന്തോഷമാണ് കാണുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ ഒരു വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച് പിന്നെ മലയാള സിനിമ മൊത്തം കീഴടക്കുകയായിരുന്നു ഇത് മോഹൻലാൽ എന്ന ഈ അത്ഭുത പ്രതിഭ. ഇന്ന് മലയാളക്കരയും കവച്ചുവെട്ടി തമിഴും തെലുങ്കും ഇന്ത്യൻ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായി ഈ കഥാപാത്രം മാറിയിരിക്കുന്നു. ഒരു അത്ഭുത നടന പ്രതിഭ. ഇദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഇന്ന് വെയിറ്റ് ചെയ്യുന്ന കാലം. പല സംവിധായകരും ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു ഇനി ഏകദേശം ഒരു 90ാം വയസ്സ്, ഇത്ര ഏജ് കഴിഞ്ഞിട്ടും ഒരാൾക്ക് വേണ്ടി ഇത്രയും സിനിമയ്ക്ക് ഒരു 4 വർഷത്തേക്കുള്ള ഫിലിമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേക്കാണ്. അപ്പം അത്രയും വലിയൊരു അത്ഭുത പ്രതിഭ. എവിടെ ചെന്നാലും ഇദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ജനപ്രീതി വളരെയാണ്. ഇദ്ദേഹം നടനായി, ഇദ്ദേഹത്തെ നായകനായി ഒരു ഫിലിം വെച്ച് കഴിഞ്ഞാൽ ആ ഫിലിം 100 ദിവസം അല്ലെങ്കിൽ 1000 കോടി ക്ലബിലേക്കൊക്കെ പോകുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു മഹാപ്രതിഭയെ ഈ ഏജിലും ആദരിക്കുക. അതേപോലെ നമ്മുടെ ഇപ്പോൾ യൂത്തിൻ്റെ ഒരു ഐക്കൺ സ്റ്റാർ, അല്ലെങ്കിൽ യൂത്ത് സ്റ്റാർ എന്ന് ഇപ്പോഴും വിളിക്കാൻ പറ്റിയ ഒരേ ഒരു നടൻ മോഹൻലാലാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള അഭിനയം, വില്ലനായാലും അച്ഛനായാലും പല വേഷങ്ങളും തകർത്ത് അഭിനയിക്കുന്ന മോഹൻലാലിൻ്റെ ഈ 90ാം വാർഷികം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഈ ബ്രൈറ്റ് അക്കാദമിയോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. എനിക്ക് ശേഷം മോഹൻലാലിനെ കുറിച്ച് ധാരാളം പറയാൻ അനേകം ആളുകൾ ഇവിടെയുണ്ട്. എൻ്റെ വാക്കുകൾ തെറിപ്പിക്കുന്നില്ല, നിർത്തുന്നു.
ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സ്ഥലങ്ങളിൽ പോകാനും മറ്റുള്ള ഏത് വാഹനത്തെക്കാളും ബൈക്കാണ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ ഈ വിഷയ സംബന്ധമായി എനിക്ക് ഒരുപാട് സംസാരിക്കേണ്ടത് നമ്മുടെ ഗുരുനാഥൻ സാറിന് 2 മണിക്ക് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ആ കാരണത്താൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടിയാണ്. സ്കൂട്ടി എന്ന് മാത്രമല്ല, സ്ത്രീകൾ ഓടിക്കുന്ന ഏതൊരു വാഹനം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ നമ്മളെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകളല്ലല്ലോ സ്ത്രീകളാണെങ്കിലും. പുരുഷന്മാരെ പോലെ തന്നെ എന്തിനും ഏതിനും പുറത്തേക്ക് പോവുകയും കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതലും നമുക്ക് ഈ വാഹനം കൊണ്ട് വാക്കുകൾ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഉപയോഗപ്രദമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും പഠിച്ചിട്ടുണ്ട് വണ്ടി. പക്ഷേ ഞാൻ ഇങ്ങനെ ലോങ് ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഓർഡർ എടുക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ഏകദേശം കോഴിക്കോട് ജയന്തി ബിൽഡിംഗ് വരെ അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ എനിക്ക് എന്താണ് ട്രെയിനോ മറ്റെന്തെങ്കിലും വാഹനത്തിൽ വേണം ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ. അപ്പം അങ്ങനെ ഒരു പ്രയാസം എനിക്കുണ്ട്. എങ്കിലും വീട്ടിൽ പെട്ടെന്ന് ഒരു അത്യാവശ്യ കാര്യത്തിനൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ആണുങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു പോകാനും നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റി വരാനും പറ്റും. പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാനെങ്കിലും വാക്കുകൾ കിട്ടാത്തൊരു പ്രയാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട്